നിങ്ങൾ എല്ലാവരും ചോദിച്ച പോലെ തന്നെ നമ്മുടെ +1 ഫിസിക്സിലുള്ള 1 മാർക്ക് ക്വസ്റ്റ്യന്റെ പാർട്ട് 2 വീഡിയോ ആയിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത്. നമുക്ക് നേരെ ക്വസ്റ്റ്യൻസിലേക്ക് പോവാം. ആദ്യത്തെ ചോദ്യം എന്ന് പറയുന്നത് റെസിപ്രോക്കൽ ഓഫ് ബൾക്ക് മോഡുലസ്. ബൾക്ക് മോഡുലസിന്റെ റെസിപ്രോക്കൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനെയാണ് നമ്മൾ കംപ്രസിബിലിറ്റി എന്ന് വിളിക്കുന്നത്. സോ കംപ്രസിബിലിറ്റി. അടുത്തത് ഇൻ ഹുക്സ് ലോ വിത്തിൻ ദി ഇലാസ്റ്റിക് ലിമിറ്റ് സ്ട്രെസ് ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു സ്ട്രെയിൻ ആണ്. സ്ട്രെസ് ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു സ്ട്രെയിൻ ആണ്. യൂണിറ്റ് ഓഫ് യങ്സ് മോഡുലസ്. യങ്സ് മോഡുലസ് എന്ന് പറയുന്ന ആളുടെ യൂണിറ്റ് എന്താണ്? നമ്മൾ മനസ്സിലാക്കി വെക്കണം, അത് ന്യൂട്ടൺ മീറ്റർ റേസ് ടു -2 ആണ്. ഓക്കെ, അടുത്തത് ഡാഷ് ഹാസ് നോ യൂണിറ്റ്. ഓപ്ഷനിൽ നമുക്ക് സ്ട്രെസ്സും തന്നിട്ടുണ്ട് സ്ട്രെയിനും തന്നിട്ടുണ്ട്. നിങ്ങൾ മനസ്സിലാക്കുക, സ്ട്രെയിൻ എന്ത് വരുന്നില്ല? യൂണിറ്റ് വരുന്നില്ല എന്നുള്ളത്. ഇനി സ്ലോപ്പ് ഓഫ് സ്ട്രെസ് സ്ട്രെയിൻ ഗ്രാഫ്. എന്താണ് സ്ട്രെസ് സ്ട്രെയിൻ ഗ്രാഫിന്റെ സ്ലോപ്പ് കണ്ടു കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്നത് മോഡുലസ് ഓഫ് ഇലാസ്റ്റിസിറ്റി. മോഡുലസ് ഓഫ് ഇലാസ്റ്റിസിറ്റി. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് നമ്മൾ പോവാണ്. 1 ATM is equal to dash പാസ്കൽ. ഒരു ATM എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്ര പാസ്കൽ ആണ്? 1.0313 പാസ്കൽ ആണ്. ഓക്കെ, അടുത്തത് ഇൻസ്ട്രുമെന്റ് യൂസ്ഡ് ടു മെഷർ അറ്റ്മോസ്ഫറിക് പ്രഷർ. എന്താണ് അറ്റ്മോസ്ഫറിക് പ്രഷർ മെഷർ ചെയ്യാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന ഉപകരണത്തിനെ വിളിക്കുന്നത്? നമുക്കറിയാം, അത് ബാരോമീറ്റർ ആണ്. ബാരോമീറ്റർ. അടുത്തത് when temperature of a gas increases its viscosity. ടെമ്പറേച്ചർ കൂടി കഴിഞ്ഞാൽ അവിടെ ഗ്യാസ് ആണെങ്കിൽ വിസ്കോസിറ്റി കൂടുകയാണ് ചെയ്യുന്നത്. സോ വിസ്കോസിറ്റി എന്ത് ചെയ്യുന്നുണ്ട്? ഇൻക്രീസസ്. സോ ഇതൊരു ലിക്വിഡ് ആണെന്നുണ്ടെങ്കിലോ ടെമ്പറേച്ചർ കൂടിയാൽ വിസ്കോസിറ്റി കുറയാണ് ചെയ്യുക. അടുത്തത് when temperature of a fluid increases the surface tension. ടെമ്പറേച്ചർ കൂടിയാൽ സർഫസ് ടെൻഷൻ കുറയും. സോ സർഫസ് ടെൻഷൻ ഡിക്രീസസ് ആണ് ആൻസർ. അടുത്ത ചോദ്യത്തിലേക്ക് നമ്മൾ പോവാണ്. ദ ആബ്സല്യൂട്ട് സീറോ ഇൻ സെൽഷ്യസ് സ്കെയിൽ. എത്രയാണ് സെൽഷ്യസ് സ്കെയിലിലെ ആബ്സല്യൂട്ട് സീറോ എന്ന് പറയുന്നത്? -273.15 ആണ്. ഓക്കെ, -273.15 ഡിഗ്രി സെൽഷ്യസ് ആണ് ആബ്സല്യൂട്ട് സീറോ ഇൻ സെൽഷ്യസ് എന്നറിയപ്പെടുന്നത്. അടുത്തത് വാട്ട് ഈസ് ദ റേഷ്യോ ഓഫ് ടെമ്പറേച്ചർ കോഎഫിഷ്യന്റ്സ് ആൽഫ ബീറ്റ ആൻഡ് ഗാമ. നിങ്ങൾ മനസ്സിലാക്കണം, ആൽഫ ഈസ് ടു ബീറ്റ ഈസ് ടു ഗാമ എന്ന് പറഞ്ഞാൽ 1:2:3 ആണ്. ഓക്കെ, അടുത്തത് the temperature at which water has minimum volume. വെള്ളത്തിന് മിനിമം വോളിയം ഉള്ളത് 4 ഡിഗ്രി സെൽഷ്യസിലാണ്. 4 ഡിഗ്രി സെൽഷ്യസിലാണ്. The temperature at which solid, liquid and gaseous state of a substance coexist in thermal equilibrium is called. ഇതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുക? ട്രിപ്പിൾ പോയിന്റ് എന്ന് വിളിക്കുക. ട്രിപ്പിൾ പോയിന്റ്. അടുത്തത് when pressure increases what happen to melting point. എടാ, പ്രഷർ കൂടി കഴിഞ്ഞാൽ മെൽറ്റിംഗ് പോയിന്റ് എന്ത് സംഭവിക്കും? ഒരു ഐസ് എടുത്തിട്ട് അതിന്റെ മുകളിൽ നമ്മൾ ഒരു കോയിൻ വെച്ച് പ്രഷർ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ആ ഭാഗം മാത്രം പെട്ടെന്ന് മെൽറ്റ് ആവൂലേ? സോ പ്രഷർ ഇൻക്രീസ് ചെയ്താൽ മെൽറ്റിംഗ് പോയിന്റ് ഡിക്രീസ് ചെയ്യും. മെൽറ്റിംഗ് പോയിന്റ് ഡിക്രീസസ്. മെൽറ്റിംഗ് പോയിന്റ് ഡിക്രീസ് ചെയ്യും. അടുത്തത് the thermodynamic process in which pressure is constant is called. പ്രഷർ കോൺസ്റ്റന്റ് ആണെങ്കിൽ നമ്മൾ എന്ത് വിളിക്കും? ഐസോബാറിക് പ്രോസസ്. ഐസോബാറിക് പ്രോസസ്. അടുത്തത് ഫോർ an ideal gas undergoing isothermal process. ഒരു ഐഡിയൽ ഗ്യാസ് ഐസോതെർമൽ പ്രോസസ്സിലൂടെ കടന്നു പോകുന്ന സമയത്ത് ഡെൽറ്റ യു എന്തായിരിക്കും? ഡെൽറ്റ യു എന്ന് പറയുന്നത് 0 ആയിരിക്കും. വർക്ക് ഡൺ ഡ്യൂറിംഗ് ഐസോഗോറിക് പ്രോസസ്. ഐസോഗോറിക് പ്രോസസ്സിലെ വർക്ക് ഡൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രഷർ ഐസോഗോറിക് എന്ന് പറഞ്ഞാൽ വോളിയം കോൺസ്റ്റന്റ് അല്ലേ? അപ്പം വോളിയം കോൺസ്റ്റന്റ് ആണെങ്കിൽ അവിടുത്തെ വർക്ക് എന്തായിരിക്കും? യെസ്, 0 ആയിരിക്കും. ദ വർക്കിംഗ് സബ്സ്റ്റൻസ് ഇൻ കാർനോട്ട് എഞ്ചിൻ. കാർനോട്ട് എഞ്ചിനിലെ വർക്കിംഗ് സബ്സ്റ്റൻസ് എന്ന് പറഞ്ഞാൽ ഐഡിയൽ ഗ്യാസ് ആണ്. ഐഡിയൽ ഗ്യാസ് ആണ് കാർനോട്ട് എഞ്ചിനിലെ വർക്കിംഗ് സബ്സ്റ്റൻസ്. ദ ഫസ്റ്റ് ലോ ഓഫ് തെർമോഡൈനാമിക്സ് കറസ്പോണ്ട്സ് ടു വിച്ച് കൺസർവേഷൻ ലോ? എടാ, ഏത് കൺസർവേഷൻ ലോയെ ബേസ് ചെയ്തിട്ടാണ് ഫസ്റ്റ് ലോ ഓഫ് തെർമോഡൈനാമിക്സ് നിൽക്കുന്നത്? ലോ ഓഫ് കൺസർവേഷൻ ഓഫ് എനർജി. ലോ ഓഫ് കൺസർവേഷൻ ഓഫ് എനർജി ആണ്. അടുത്തത് ദ കൈനറ്റിക് എനർജി ഓഫ് ഗ്യാസ് മോളിക്യൂൾ ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ആബ്സല്യൂട്ട് ടെമ്പറേച്ചർ. റിപ്പീറ്റ് ചെയ്ത് ചോദിക്കുന്ന ചോദ്യമാണിത്. സോ ആബ്സല്യൂട്ട് ടെമ്പറേച്ചർ. അടുത്തത് നമ്പർ ഓഫ് ഡിഗ്രി ഓഫ് ഫ്രീഡം ഓഫ് എ മോണോ അറ്റോമിക് ഗ്യാസ്. ഒരു മോണോ അറ്റോമിക് ഗ്യാസിന്റെ ഡിഗ്രി ഓഫ് ഫ്രീഡം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം 3 ട്രാൻസ്ലേഷനിലാണ്. സോ എത്ര നമുക്ക് ഡിഗ്രി ഓഫ് ഫ്രീഡം പറയാൻ പറ്റും? 3. റെഡി. അടുത്തത് നമ്പർ ഓഫ് ഡിഗ്രി ഓഫ് ഫ്രീഡം ഓഫ് എ ഡയറ്റോമിക് റിജിഡ് ഗ്യാസ്. റിജിഡ് ആണ് അവിടെ കൃത്യമായിട്ട് പറയുന്നുണ്ട്. സോ നമുക്ക് എന്ത് പറയാം? 5 DOF എന്ന് പറയാൻ പറ്റും. റെഡി. അടുത്തത് ഹൗ ഡു യു റെപ്രസെന്റ് എ വേവ് ട്രാവലിംഗ് ഇൻ പോസിറ്റീവ് എക്സ് ഡയറക്ഷൻ. ഒരു വേവ് പോസിറ്റീവ് എക്സ് ഡയറക്ഷനിൽ പോവാണെങ്കിൽ അതിനെ എങ്ങനെയാണ് നമ്മൾ റെപ്രസെന്റ് ചെയ്യുക? y of x, t is equal to a sin kx minus omega t plus phi ആണ്. ഇവിടെ മൈനസ് ഇട്ട് കൊടുക്കണം. kx മൈനസ് എന്നിട്ട് കൊടുക്കണം. നെഗറ്റീവ് എക്സ് ഡയറക്ഷൻ ആണെങ്കിൽ kx പ്ലസ് എന്നിട്ട് കൊടുക്കണം. അടുത്തത് നെയിം ദ വേവ് ദാറ്റ് നെസസറിലി നീഡ്സ് എ മീഡിയം ടു പ്രൊപ്പഗേറ്റ്. എന്താണ്? നമുക്കറിയാം മെക്കാനിക്കൽ വേവ് ആണ്. മെക്കാനിക്കൽ
വേവ് ആണ് ആൻസർ എന്ന് പറയുന്നത്. ദ ടൈം പീരീഡ് ഓഫ് സെക്കൻഡ് പെൻഡുലം എത്രയാണ്? 2 സെക്കൻഡ് ആണ് ഒരു സെക്കൻഡ് പെൻഡുലത്തിന്റെ ടൈം പീരീഡ് എന്ന് പറയുന്നത്. ഓക്കെ ആണല്ലോ. സോ നിങ്ങളോട് പറഞ്ഞ പോലെ തന്നെ നിങ്ങൾക്കുള്ള 1 മാർക്കിന്റെ വീഡിയോ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്? പാർട്ട് 2 അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ഇനിയും മക്കൾക്ക് ഇതുപോലെ എന്ത് വീഡിയോസ് വേണമെന്നുണ്ടെങ്കിലും നിങ്ങൾ എന്ത് ചെയ്യുക? ഇതേപോലെ എഡ്യൂക്കേഷണൽ ആയിട്ട് നിങ്ങൾക്ക് 1 മാർക്ക് 2 മാർക്ക് 3 മാർക്ക് എങ്ങനെ വീഡിയോസ് വേണമെന്നുണ്ടെങ്കിലും കമന്റ് ബിലോ അടിപൊളിയായിട്ട് നിങ്ങൾ കമന്റ് ചെയ്താൽ ഉറപ്പായിട്ട് നിങ്ങൾക്ക് അങ്ങനെയുള്ള വീഡിയോസ് നമ്മൾ ചെയ്യുന്നതായിരിക്കും. ഓക്കെ മക്കളെ, ബൈ.